നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ഇതേമാതിരിയുള്ള മണലുകൾ കിട്ടാനുണ്ട്. പക്ഷേ ഈ മണൽ വാരാൻ സമ്മതിക്കുന്നില്ല. ഇനിയും മണൽ വാരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഭാരതപ്പുഴയിലൊന്നും വെള്ളം പോകാനുള്ള സ്ഥലമല്ല, ഒരു കുഴിയില്ല. വെള്ളം പോകാനൊരു കുഴി വേണമല്ലോ. പൊന്തിയാണ് ഭാരതപ്പുഴയിൽ ഇരിക്കുന്നത്. ആ മണലുകൾ ഇനിയും വാരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നാട് നശിച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മളെ ഭാരതപ്പുഴയിലുള്ള, നമ്മളെ കേരളത്തിലുള്ള ഭാരതപ്പുഴ, അതേപോലുള്ള വലിയ പുഴകളിലുള്ള മണൽ ഇനിയും വാരിയിട്ടില്ലെങ്കിൽ നമ്മളെ നാടിനി കാണാൻ പോകുന്നത് ഭയങ്കരമായ പ്രളയമായിരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ കല്ലും കോറിക്കാർക്ക് വേണ്ടിയിട്ടോ, എംസാൻഡിൻ്റെ ആൾക്കാർക്ക്, എംസാൻഡ് ലോബികൾക്ക് വേണ്ടിയിട്ടാണോ, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഈ പുഴയിലുള്ള മണൽ വാരിയിട്ടില്ലെങ്കിൽ ഭാരതപ്പുഴയൊന്നും കാണുന്നില്ല. ഭാരതപ്പുഴേൻ്റെ പുഴയല്ലേ ആ പുഴ, ഇതിപ്പോൾ പുഴയാണ്. പുഴേനേക്കാട്ടിൽ ഹൈറ്റിലാണ് ആ മണലിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ അങ്ങോട്ട് ഫുള്ള് ആളുകൾ മരിച്ചു വീഴും, വീടുകൾ നശിച്ചു പോകും. നാട്ടിൽ പ്രളയത്തിൻ്റെ കളിയായിരിക്കും കേട്ടോ. ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്നിട്ട് ജനങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് പറയും, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും മണൽ വാരാൻ സമ്മതിക്കില്ല. എന്താ, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മുഴുവനും പൈസ കിട്ടുന്നുണ്ട്. ഈ പാറ പൊട്ടിച്ചിട്ടും മറ്റേതും പിന്നെ പാറ പൊടി ഉണ്ടാക്കുന്നവർക്ക്. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഈ മണൽ ആളുകൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ പാറപ്പൊടി ഒന്നും നമ്മളെ നാട്ടിൽ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഈ പാറപ്പൊടി പൊട്ടിച്ചിട്ട് അത് പൊടിച്ചിട്ട് മണലാക്കി തേക്കാൻ, പ്ലാസ്റ്റർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ഇതേമാതിരിയുള്ള മണലുകൾ കിട്ടാനുണ്ട്. പക്ഷേ ഈ മണൽ വാരാൻ സമ്മതിക്കുന്നില്ല. ഇനിയും മണൽ വാരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഭാരതപ്പുഴയിലൊന്നും വെള്ളം പോകാനുള്ള സ്ഥലമല്ല, ഒരു കുഴിയില്ല. വെള്ളം പോകാനൊരു കുഴി വേണമല്ലോ. പൊന്തിയാണ് ഭാരതപ്പുഴയിൽ ഇരിക്കുന്നത്. ആ മണലുകൾ ഇനിയും വാരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നാട് നശിച്ചു. ഓക്കെ, പിന്നീട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും അധികൃതരും ഗവൺമെൻറ്റും ഉണരുക എന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. ഭാരതപ്പുഴേൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഒരു അരമണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ 2 ദിവസമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ജനങ്ങളെ ഉണരൂ, അധികൃതരെ ഉണരൂ. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോക്കെ.